ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ ഉലുവ ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രിയിലാണ് ഞാൻ ഈ ഉലുവ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചത്. 8 മണിക്കൂറെങ്കിലും ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ഇനി ഉലുവ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ കുതിർക്കാനായിട്ട് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളത്തിൽ വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തി ഉലുവ വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. ഇനി വേണ്ടത് ചെറുപയറാണ്. 1/2 കപ്പ് ചെറുപയർ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് നുറുക്കുഗോതമ്പാണ്. 1 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉലുവയും ചെറുപയറൊക്കെ കുതിർത്തിയെടുത്ത പോലെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ മാത്രം കുതിർത്തിയെടുത്താൽ മതിയാവും. ഇപ്പോൾ ഉലുവ ഒരു വിസിൽ വന്നിട്ട് കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. കുക്കർ തുറക്കുകയാണ്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചെറുപയർ സോക്ക് ചെയ്യാനായിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എടുത്തിട്ടില്ല. ആ വെള്ളം കളഞ്ഞ ശേഷം ചെറുപയർ ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ സോക്ക് ചെയ്ത് വെച്ച നുറുക്ക് ഗോതമ്പും ചേർത്ത് കൊടുക്കുകയാണ്. നുറുക്ക് ഗോതമ്പ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളം കളഞ്ഞിട്ട് ഗോതമ്പ് മാത്രമായിട്ടാണ് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തത്. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയ ശേഷമാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടാമത് വീണ്ടും കഴുകി എടുത്തിട്ടില്ല. സോക്ക് ചെയ്യാൻ വെച്ച ആ വെള്ളം കളഞ്ഞ ശേഷം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുക്കറിലോട്ട് 250 ml കപ്പിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ചെറുപയറും നുറുക്ക് ഗോതമ്പും വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ ഏകദേശം 1.5 കപ്പ് ശർക്കര ഉണ്ടാവും. ഈ ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മെൽറ്റായി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ചെറുപയറും നുറുക്ക് ഗോതമ്പും വേവിക്കാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുക്കറിന്റെ പ്രഷർ പോയിട്ടുണ്ട്. കുക്കർ തുറക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു. ഈ വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ചെറുപയറും നുറുക്ക് ഗോതമ്പും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ വീണ്ടും അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളതെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് മധുരത്തിൽ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ശർക്കര ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കഞ്ഞിയായിട്ടും കഴിക്കാം. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് 1-ാം പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 1-ാം പാല് പിഴിഞ്ഞെടുത്ത ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 2-ാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുത്ത ശേഷം ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ച 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ഇത് തിളച്ചു വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ ചുക്ക് എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തത്. അതുപോലെ തന്നെ ജീരകവും ചുക്കും കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് ചതച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ തേങ്ങ അരച്ചിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്ത പാലെല്ലാം ഒന്ന് ചൂടായി കിട്ടും. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഉള്ളത്. ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയുള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുന്നില്ല. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കർക്കിടക മാസത്തിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്